നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മാടം കോടന്നൂർ മേഖലകളിൽ പദമഴ പെയ്തു. 2 സാഹചര്യങ്ങളിലാണ് ഇത്തരം മഴ പെയ്യുക എന്ന് കാലാവസ്ഥാ വിദഗ്ധർ. ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവും പ്രതിരോധവുമായി പുതുക്കാട് മണ്ഡലം തല ജനസഭ സംഘടിപ്പിച്ചു. ഇടമുട്ടം കഴിമ്പ്രത്ത് വൻ സ്പിരിറ്റ് വേട്ട. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന 6500 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിൽ 13 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ സ്ത്രീയടക്കം 2 പേർ അറസ്റ്റിൽ. കാപ്പ ഉത്തരവ് ലംഘിച്ച തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട പോട്ട മോസ്കോ സ്വദേശി കുറ്റിലാംകൂട്ടം വീട്ടിൽ സനൽ അറസ്റ്റിലായി. തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് കൊടകര ഏരിയ സമ്മേളനം കൊടകരയിൽ നടന്നു. സ്വരാജ് പുരസ്കാരം നേടിയ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MR രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി എന്നിവരെ ആദരിച്ചു. അളഗപ്പ ടെക്സ്റ്റൈൽസ് തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി. വിശദമായ വാർത്തയിലേക്ക്. അമ്മാടം കോടന്നൂർ മേഖലകളിൽ പദമഴ പെയ്തു. 2 സാഹചര്യങ്ങളിലാണ് ഇത്തരം മഴ പെയ്യുക എന്ന് കാലാവസ്ഥാ വിദഗ്ധർ. പ്രത്യേക കാലാവസ്ഥയിൽ മരത്തിൽ പെയ്യുന്ന മഴത്തുള്ളികൾ പത ജനിപ്പിക്കും. സമീപത്ത് ഫാക്ടറികൾ ഉണ്ടെങ്കിലും മഴ പെയ്യുമ്പോൾ പത രൂപപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് പദമഴ പെയ്തത്. പറമ്പുകളിലും റോഡിലും പത നിറഞ്ഞതോടെ നാട്ടുകാർക്ക് ആശങ്കയാണ് ആദ്യമുണ്ടായതെങ്കിലും പിന്നീട് കൗതുകമായി മാറുകയായിരുന്നു. വർദ്ധിച്ചുവരുന്ന രാസലഹരി ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവും പ്രതിരോധവുമായി പുതുക്കാട് മണ്ഡലം തല ജനസഭ സംഘടിപ്പിച്ചു. ജനസഭയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളിലും ജാഗ്രതാ സമിതികൾ രൂപവൽക്കരിക്കും. വിദ്യാലയങ്ങളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവും പ്രചാരണ പരിപാടികളും നടത്തും. വിവിധ വകുപ്പുകളും സംഘടനകളുമായി സഹകരിച്ച് ജനകീയ പങ്കാളിത്തത്തോടെയായിരിക്കും പ്രവർത്തനങ്ങൾ. കെ രാമചന്ദ്രൻ MLA ചെയർമാനും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൺവീനറുമായി 251 അംഗ ജനറൽ കമ്മിറ്റി തെരഞ്ഞെടുത്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ V സുഭാഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ N മനോജ്, കലാപ്രിയ സുരേഷ്, K രാജേശ്വരി, സുന്ദരി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനം എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി മുക്ത സമൂഹത്തിനായി ഞാൻ ഈ മാസം 24-ാം തീയതി മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ആ ഉന്നതതല യോഗത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ വരാനിരിക്കുകയാണ്. 24-ാം തീയതി എന്ന് പറഞ്ഞ നാളെയാണ്. അത് കഴിഞ്ഞാൽ 30-ാം തീയതി ഇങ്ങനെയൊരു ജനസഭ ഇത്ര പ്രാധാന്യത്തോടെ സംഘടിപ്പിച്ചതിന് ബഹുമാന്യനായ MLAക്കും അതിനുവേണ്ടി ഒത്തുകൂടിയ നിങ്ങൾക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നന്ദിയും ആദരവും അറിയിക്കാൻ ഞാൻ അവസരം. ദേശീയ ആളോഹരി വരുമാനം കൂടുതലുള്ള സ്ഥലങ്ങൾ, അർബനൈസേഷൻ കൂടുതലുള്ള സ്ഥലങ്ങൾ, വിദ്യാസമ്പന്നരായ ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങൾ, സമ്പൽ സമൃദ്ധിയുള്ള സ്ഥലങ്ങളിലും സമ്പത്തുള്ള സ്ഥലങ്ങളിലുമാണ് ഏത് കാലത്തും ഡ്രഗ്സ് വ്യാപകമായിട്ടുള്ളത്. സ്പെഷ്യൽ ഡ്രൈവ് കാലയളവ് നടത്തി വരികയാണ്. അത് മയക്കുമരുന്നിന്റെ GPS കേസുകൾ കൂടുതൽ പിടിക്കുക എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്.
അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായിട്ട് 80ഓളം കേസുകൾ പിടിച്ചു. ധാരാളം മയക്കുമരുന്ന് വ്യാപനത്തിൽ ഏർപ്പെടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് കേസുകൾ ധാരാളം കണ്ടെടുത്തു, മയക്കുമരുന്നുകൾ കണ്ടെടുത്തു. എന്തായാലും ഇതിനെതിരെ അതിന് ഉപരിയായിട്ട് മയക്കുമരുന്നിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി ഇടമുട്ടം കഴിമ്പ്രത്ത് വൻ സ്പിരിറ്റ് വേട്ട. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന 6500 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിൽ. കഴിമ്പുറം സ്കൂളിന് സമീപം വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത്. 35 ലിറ്ററിന്റെ 197 പ്ലാസ്റ്റിക് കന്നാസുകളിലായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശി പരശുരാമൻ എന്നയാളെ അറസ്റ്റ് ചെയ്തു. തളിക്കുളം സ്വദേശിയാണ് കെട്ടിടം വാടകയ്ക്കെടുത്തിരിക്കുന്നത്. 2 ആഴ്ച മുൻപ് മലപ്പുറത്തെ സ്പിരിറ്റ് കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത്. ഗോവയിൽ നിന്ന് മൈദ ചാക്കിന്റെയും വൈക്കോലിന്റെയും മറവിൽ ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ചെറിയ വാഹനത്തിൽ 4 കന്ന സ്പിരിറ്റ് വിതരണത്തിന് കൊണ്ടുപോകുന്നതിനിടയിലാണ് പരശുരാമൻ എക്സൈസിന്റെ പിടിയിലായത്. പരശുരാമൻ കുറച്ചുനാളായി ചന്ദ്രാപിന്നിയിലാണ് താമസിച്ചു വരുന്നത്. കേരളത്തിലേക്ക് സ്പിരിറ്റ് കടത്തുന്ന സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായതായി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി സുഭാഷ് പറഞ്ഞു. വാടനപ്പള്ളി എക്സൈസ് സിഐ ബെന്നി ജോർജ്, എക്സൈസ് ഉദ്യോഗസ്ഥരായ CK ഹരികുമാർ, VG സുനിൽകുമാർ, സുധീരൻ, ദക്ഷിണാമൂർത്തി, KR ഹരിദാസ്, CB ജോഷി, മധു, അബ്ദുൾ നിയാസ്, KV രാജേഷ്, KK വിജയൻ, ഷൈജു, നിഖിൽ, അഫ്സൽ, അബിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കണ്ടെത്തിയ സ്പിരിറ്റ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ തുടർന്ന് എക്സൈസ് വകുപ്പ് വളരെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തുടനീളം നടത്തി വരുന്നത്. അതിനിടയിൽ ലഭ്യമായ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ കഴിമ്പ്രം ദേശത്ത് ഈ കെട്ടിടത്തിൽ നിന്നും 35 ലിറ്റർ അളവ് കൊള്ളുന്ന 197 പ്ലാസ്റ്റിക് കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് കണ്ടെടുത്തിട്ടുണ്ട്. തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഏപ്രിൽ 2 മാത്രമാകും പൂർണ്ണതോതിൽ സ്റ്റോളുകൾ പ്രവർത്തനമാരംഭിക്കുക. 2025 തൃശൂർ പൂരത്തിന് മുന്നോടിയായി സാംസ്കാരിക നഗരി അണിഞ്ഞൊരുങ്ങുകയാണ്. പൂര നടത്തിപ്പിനും സംഘാടനത്തിനും ആവശ്യമായ ചെലവുകൾ കണ്ടെത്തുന്നതിനാണ് 1/2 നൂറ്റാണ്ടിലേറെയായി പ്രദർശനം സംഘടിപ്പിക്കുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് പൂരപ്രദർശനം നടക്കുന്നത്. 62ാമത് പൂരപ്രദർശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് നിർവഹിച്ചു. ഓരോ പൂരാസ്വാദകനുമാണ് തൃശൂർ പൂരം നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രി എന്ന വലിയ ഉത്തരവാദിത്തോടെയുള്ള ആദ്യ പൂരമാണ് ഈ വർഷത്തേതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാവരും ആനന്ദം കൊയ്തെടുക്കുന്ന ഉത്സവകാലം ഏറ്റവും ഭംഗിയാകട്ടെയെന്നും നന്മകൾ കൊയ്തെടുക്കുന്ന വലിയ വമ്പൻ പൂരം ആശംസിക്കുന്നതായും സുരേഷ് ഗോപി പറഞ്ഞു. മേയർ MK വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രി R ബിന്ദു, P ബാലചന്ദ്രൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ ML റോസി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.
ഉദ്ഘാടനം നടത്തിയെങ്കിലും പൂരം പ്രദർശനം പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കുക ഏപ്രിൽ 2 മാത്രമാകും. പ്രദർശനം മെയ് അവസാന വാരത്തിൽ സമാപിക്കും വിധമാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ദിനങ്ങളിൽ പ്രവേശന ടിക്കറ്റിന് 40 രൂപയും പൂരത്തിന്റെ 3 ദിവസം 50 രൂപയുമാണ് നിരക്ക്. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് കിഴക്കേ ഗോപുരത്തിന് സമീപത്തെ പ്രദർശന നഗരിയിൽ 180 സ്റ്റാളുകളും 70ഓളം പവലിയനുകളുമാണ് പ്രദർശനത്തിന്റെ ഭാഗമായി തയ്യാറാകുക. മെയ് 6, 7 തീയതികളിലാണ് ലോക വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. തൃശൂരിൽ 13 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ സ്ത്രീയടക്കം 2 പേർ അറസ്റ്റിൽ. സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ സ്ത്രീയടക്കം 2 പേർ അറസ്റ്റിൽ. ചാഴൂർ ഐശ്വര്യ റോഡ് സ്വദേശിയായ വലിയപുരയ്ക്കൽ സുപ്രിയയുടെ വീട്ടിൽ നിന്നും 16.25 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ചാഴൂർ എസൻ റോഡ് സ്വദേശി ഓട്ടുപുരയ്ക്കൽ വീട്ടിൽ 45 വയസ്സുള്ള സന്ധ്യ, പെരിങ്ങോട്ടുകര സ്വദേശിയായ പാണ്ടത്ര വീട്ടിൽ 47 വയസ്സുള്ള ഷൈബിൻ എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സുപ്രിയയുടെ ചാഴൂരിലുള്ള വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 16.25 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിരുന്നു. തുടർന്ന് അന്തിക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അന്വേഷണം നടത്തിവരികയായിരുന്നു. സന്ധ്യ സുപ്രിയയുടെ വീട് വൃത്തിയാക്കുന്നതിനും വീട്ടുജോലിയിൽ സഹായിക്കുന്നതിനും പോകാറുണ്ട്. ജോലിക്ക് പോയ ഒരു ദിവസം സന്ധ്യ അലമാര തുറന്നു കിടക്കുന്നത് കണ്ട് സൂത്രത്തിൽ അലമാരയിലെ ലോക്കറിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുകയായിരുന്നു. മോഷണ സ്വർണം വിൽക്കുന്നതിനായി സുഹൃത്തായ ഷൈബിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഷൈബിൻ പെരിങ്ങോട്ടുകര സ്വദേശിയായ വാമ്പുള്ളിപ്പറമ്പിൽ അരുൺ എന്നയാളുമായി മദ്യപിച്ചിരിക്കുമ്പോൾ സന്ധ്യ മോഷണം നടത്തിയ വിവരം അരുണിനോട് പറഞ്ഞു. അരുണിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ അരുണിന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ തോന്നിയതിൽ സന്ധ്യയെയും ഷൈബിനെയും വീണ്ടും വിശദമായി ചോദ്യം ചെയ്തതിലാണ് സന്ധ്യ മോഷണം നടത്തിയ വിവരം സമ്മതിച്ചത്. തുടർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ 2 പേരെയും റിമാൻഡ് ചെയ്തു. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട പോട്ട മോസ്കോ സ്വദേശി കുറ്റിലാംകൂട്ടം വീട്ടിൽ സനൽ അറസ്റ്റിലായി. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ചാലക്കുടി, മോസ്കോ നഗർ, പനമ്പിള്ളി കോളേജ് എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് സനലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചത്. കാപ്പ നിയമലംഘനം നടത്തുന്നതായി അറിവ് ലഭിച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ളവരെ നിരീക്ഷിച്ചു വരവെയാണ് സനൽ നിയമലംഘനം നടത്തിയതായി അറിഞ്ഞത്. തുടർന്ന് ചാലക്കുടി SHO സജീവ് MK ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ മുരുകേഷ് കടവത്ത്, ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ്, സുരേഷ് കുമാർ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് കൊടകര ഏരിയ സമ്മേളനം കൊടകരയിൽ നടന്നു. ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ നടന്ന സമ്മേളനം കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട്, CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ, ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, ട്രഷറർ PC ഉമേഷ്, AC വേലായുധൻ, MK അശോകൻ, AK ബാലൻ, ബിന്ദു ഭാസ്കർ എന്നിവർ സംസാരിച്ചു. PG ഷാജി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പുതിയ ഭാരവാഹികളായി MK മോഹനൻ പ്രസിഡന്റ്, അശോകൻ MK സെക്രട്ടറി, വൃന്ദ ഭാസ്കരൻ ട്രഷററായും 33 അംഗ ഏരിയ കമ്മിറ്റിയെയും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. സ്വരാജ് പുരസ്കാരം നേടിയ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MR രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി എന്നിവരെ ആദരിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മറ്റത്തൂർ നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. കോടാലി GLP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനവും ആദരണവും നടത്തി. നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ അധ്യക്ഷനായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ബ്ലോക്ക് അംഗം സജിത രാജീവ്, വാർഡ് അംഗം KS സൂരജ്, CD പോൾസൺ, MP ജോഷി, ബിജിത് വർഗീസ്, VS സുബീഷ്, IB ഹിതേഷ്, PS അംബുജാക്ഷൻ, വിനോദ് മാധവൻ, KS സുനീപ്, AS സുധീഷ്, MK ബാബു, EH സഹീർ എന്നിവർ സംസാരിച്ചു.
5 വർഷം മുൻപ് അടച്ചുപൂട്ടിയ അളഗപ്പ ടെക്സ്റ്റൈൽസ് തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി. കോവിഡ് വ്യാപനം തടയാനെന്ന പേരിൽ 2020 മാർച്ച് 23-നാണ് ആമ്പലൂരിലെ അളഗപ്പ മില്ലിന്റെ പ്രവർത്തനം നിർത്തിവെച്ചത്. തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന സമാശ്വാസ വേതനം നവംബർ മുതൽ നൽകിയിട്ടില്ല. 300-ൽ പരം വരുന്ന തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ദുരിതത്തിലാണ്. മിൽ അടച്ചതിന്റെ 5ാം വാർഷിക ദിനമായ ഞായറാഴ്ച മിൽ ഗേറ്റിൽ നടത്തിയ പ്രതിഷേധ ധർണയും പ്രകടനവും DCC ജനറൽ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ ഉണ്ണികൃഷ്ണൻ, ആന്റോ ഇല്ലിക്കൽ, എം തുളസീദാസൻ എന്നിവർ സംസാരിച്ചു. KD ഷാജി, സുനിത മുരളി, പ്രീതി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മിൽ തുറന്നു പ്രവർത്തിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ടു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 8,230 രൂപ, പവന് 65,840 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്മാടം, കോടന്നൂർ മേഖലകളിൽ പദമഴ പെയ്തു. 2 സാഹചര്യങ്ങളിലാണ് ഇത്തരം മഴ പെയ്യുക എന്ന് കാലാവസ്ഥാ വിദഗ്ധർ. ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവും പ്രതിരോധവുമായി പുതുക്കാട് മണ്ഡലം തല ജനസഭ സംഘടിപ്പിച്ചു. ഇടമുട്ടം കഴിമ്പ്രത്ത് വൻ സ്പിരിറ്റ് വേട്ട. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന 6500 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിൽ 13 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ സ്ത്രീയടക്കം 2 പേർ അറസ്റ്റിൽ. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട പോട്ട മോസ്കോ സ്വദേശി കുറ്റിലാംകൂട്ടം വീട്ടിൽ സനൽ അറസ്റ്റിലായി. തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് കൊടകര ഏരിയ സമ്മേളനം കൊടകരയിൽ നടന്നു. സ്വരാജ് പുരസ്കാരം നേടിയ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MR രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി എന്നിവരെ ആദരിച്ചു. അളഗപ്പ ടെക്സ്റ്റൈൽസ് തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.